ഇതിപ്പോൾ ഈ നിതിൻ ഒറ്റയ്ക്കാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അത് ഒരു ബിസിനസ്സായി കൊണ്ടു നടക്കുകയാണോ എന്ന സംശയം കൂടി വരികയാണ്. പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ടെലിഗ്രാമിൽ വിൽപ്പന നടത്തിയ വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തത് എതിരെ BJPയുടെ പ്രതികരണം വരികയാണ്. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് BJP പറയുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം ഇടപെട്ടാണ് തെളിവ് നശിപ്പിച്ചതെന്നും BJP ആരോപിക്കുന്നു. അതേസമയം നിതിന്റെ ഫോൺ വിട്ടു നൽകാൻ ഇടപെട്ടിട്ടില്ല എന്നാണ് വിനയൻ മാഷ് എന്ന വ്യക്തിയുടെ പ്രതികരണം. ഈ പോലീസ് ഇതിനൊരു നല്ല രീതിയിലുള്ള സമീപനമല്ല പോലീസിൽ തുടക്കം മുതൽ കാണുന്നത്. പോലീസ് ആണെങ്കിൽ 4 ദിവസത്തോളം രാവിലെ കൊണ്ടുപോകുക, വൈകുന്നേരം പ്രതിയെ കൊണ്ടുപോയി വിടുക എന്ന് കാണുന്നത്. അപ്പോൾ പ്രതിയെ നാട്ടുകാർ മുഴുവൻ ഈ സംശയം തീർക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അനുകൂലം സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നേരിട്ടിട്ട് പരിഹരിക്കേണ്ട ആളുകൾ. അതായത് ഒരു തെളിവ് നശിപ്പിക്കാൻ വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പറും ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ചാളെ ജയിച്ച ആ വ്യക്തിയായിരുന്ന ഇയാൾ സ്റ്റേഷനിൽ പോയിട്ട് ഇവൻ്റെ ഫോൺ റിലീസ് ചെയ്ത് കൊടുത്തു. അവൻ അത് എത്തിയ ഉടനെ തന്നെ അവൻ ആ ഫോണിലുള്ള മൊത്തം സംഗതികൾ ഡിലീറ്റ് ചെയ്തു. ഇവന് മാനസികമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസ് ഇവനെ 4 ദിവസം ഒരു കോഴിക്കോട് ഒരു മാനസിക ആശുപത്രി കൊണ്ടുപോയിട്ടു. എന്നിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഇവനിപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും പോലീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം അറിയുന്നത് ഈ സാന്ദ്ര എന്നുള്ള കുട്ടിയാണ് പറയുന്നത് ഫോൺ പോലീസ് സ്റ്റേഷൻ തിരിച്ചു കൊടുത്തുന്നില്ല. ആ വിഷയം നമ്മളുമാണ് ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെയാണ് ഫോൺ വാങ്ങി എന്നുള്ളതും ഇവർ സ്റ്റേഷനിൽ മുന്നേ പോയിട്ടുണ്ട്. ഫോണ് സ്റ്റേഷൻകാർ വാങ്ങി വെച്ച് തിരിച്ചു കൊടുത്തതിന് സാന്ദ്ര പറയുന്ന അറിവേ നമുക്കുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആ രീതിയിലൊന്നും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല, നടത്തൂല്ല. കാരണം നമ്മളെ വീട്ടിലൊക്കെ പെൺകുട്ടികളല്ലേ. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ ഈ വിനയൻ മാഷ് എന്ന് പറയുന്നത് CPM നേതാവാണ് എന്നുള്ളത് നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത്. BJP പ്രവർത്തകർ പറയുന്നത് അനുസരിച്ച് മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉയരുകയാണ്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ അതായത് ഈ പോലീസ് പിടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി നടപ്പാക്കി ഇത് ഈ പാർട്ടി നേതാവിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് BJP ഉയർത്തുന്നത്. ഇന്നലെ സാന്ദ്ര പരാതിക്കാരി നമ്മളോട് നേരിട്ട് പറഞ്ഞ പേരാണ് ഈ വിനയൻ മാഷ് എന്നുള്ളത്. അപ്പോൾ സോണൽ കൃഷ്ണയുടെ അന്വേഷണത്തിൽ എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, പ്രധാനമായി പറയേണ്ടത് ഈ പരിസരത്തുള്ള പ്രാദേശിക BJPയുടെ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത് അതായത് പോലീസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ ഫോൺ തിരിച്ചു കൊടുക്കാൻ വേണ്ട ഇടപെടൽ നടത്തിയിട്ടുള്ളത് വിനയം മാഷാണ് എന്നാണ് സാന്ദ്ര ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്.